ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ സഭയുടെ ആരാധന ക്രമീകരണമനുസരിച്ച് നാം ഇപ്പോൾ ആയിരിക്കുന്നത് എൽദോ കാലഘട്ടത്തിലാണല്ലോ. ഈ ഞായറാഴ്ചത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധ കന്യകമറിയ അമ്മയുടെ എലിശുബായുടെ അടുക്കിലേക്കുള്ള യാത്രയുടെ ഞായറാഴ്ചയാണ്. നാം വായിച്ചു കേൾക്കുന്ന വിശുദ്ധ ഏവങ്കേല്യം ഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം, അതിൻ്റെ 1-ാം അധ്യായം, അതിൻ്റെ 39 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടുത്തെ സംഭവവികാസനങ്ങളും ഈ ഭാഗങ്ങൾ നടക്കുന്ന അതിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും അതിൻ്റെ ആഴത്തിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 39-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ആ നാളുകളിൽ മറിയാം എഴുന്നേറ്റ് യഹൂദയ മലനാട്ടിലെ നഗരത്തിലേക്ക് ഉത്സാഹത്തോടുകൂടെ പോയി. വിത്ത് ഹേസ്റ്റ് ഷീ വെൻറ്റ്. ബന്ധപ്പെട്ട് കന്യകമറിയാം മലനാട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ ചാർച്ചക്കാരിയായ എലിശുബ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കന്യകമറിയാം യാത്ര തിരികെയാണ്. സ്നേഹമുള്ളവരെ, ആധുനിക യുഗത്തിൽ നാം ആയിരിക്കുമ്പോൾ ശാസ്ത്രം വളരെ അധികം വളർന്നിരിക്കുന്നു. കിലോമീറ്റർ ദൂരമായിരിക്കുന്നവരോട് നമുക്ക് മുഖാമുഖം കാണുകയും അവരുമായി സ്നേഹം പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അയൽവക്കക്കാരോട്, ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിലുള്ളവരോട് തന്നെ നമുക്ക് സ്നേഹത്തിൽ പരസ്പരം സൗഹൃദത്തിൽ ആയിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വിശുദ്ധ കന്യകമറിയാമ്മ വലിയൊരു ശുശ്രൂഷ മനോഭാവം അവിടെ കാഴ്ചവെക്കുകയാണല്ലോ. തുടർന്നുള്ള വേദഭാഗങ്ങളിൽ 43-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കിലേക്ക് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ കന്യകമറിയാമിനെ യൊൽദാസ് ആലോഹോ, ദൈവമാതാവെന്ന് ആദ്യമായിട്ട് ആ ഒരു പദം നൽകിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് എലിശുബ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നാം വായിച്ച കേട്ട വിശുദ്ധ ഏവങ്കേല്യം ഭാഗത്തിൽ ഗബ്രിയേൽ ദൂതൻ വന്ന് കന്യകമറിയാമിന് ഒരു വചനം നൽകുകയാണ്. ആ വചനത്തെ കന്യകമറിയാം തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിനെ തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ച കന്യകമറിയാം എലിശുബായുടേക്ക് അടുക്കൽ ചെന്നപ്പോൾ എലിശുബായുടെ ഉള്ളിലുള്ള പ്രജ തുള്ളിച്ചാടുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവിനെ വഹിക്കുന്ന ഏതൊരു മനുഷ്യനും മറ്റുള്ളവരുടെ അടുത്തിലേക്ക് ചെല്ലുമ്പോൾ ആ യേശുവിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അറിയാതെ തന്നെ അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും. കർത്താവ് നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. ആ ഒരു രുചി, കർത്താവ് ആരാണ് എന്നുള്ള ഒരു രുചി മറ്റുള്ളവർക്ക് നമുക്ക് പങ്കിട്ട് കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.